ഞാൻ ആദർശനെ കാണാൻ പോയതാ ചേച്ചി. അമ്മയോട് പറഞ്ഞിരുന്നു. നീ അങ്ങനെ പലതും പറയും. അമ്മയെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ. അഭി വേണ്ട, മീര എന്നോട് പറഞ്ഞിട്ടാ പോയത്. എന്റെ അമ്മ ഇവളെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇവള് കള്ളിയാ. ഭർത്താവ് ജയിലിലായത് മുതലാക്കി കറങ്ങി നടക്കുക. എന്തിനാ ചേച്ചി എന്നോട് ഈ ദേഷ്യം? എനിക്ക് എങ്ങനെയെങ്കിലും ആദർശനെ രക്ഷിക്കണമെന്നേ ഉള്ളൂ. അയ്യോ, അതെനിക്കറിയാം. ഏതായാലും മേടയ്ക്ക് പോയി കണ്ട് സോപ്പിട്ടല്ലേ നീ MD സ്ഥാനം കൈക്കലാക്കിയത്. ഇനി നിന്റെ ആശോ വേണ്ട. MDയുടെ സ്ഥാനത്ത് ഇനി ഇവിടെ അമ്മയുണ്ടാവും. അത് നന്നായി. ഓഫീസിൽ വന്നു തുടങ്ങുമ്പോ അമ്മയുടെ മനസ്സിന് ഒരു ആശ്വാസം ഉണ്ടാവും. അതുകൊണ്ടും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇന്നു മുതൽ GMന്റെ ക്യാബില് ഞാനാ. നീ ആ പഴയ HR എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിൽ ഇരുന്നാ മതി. ശരി ചേച്ചി, എനിക്കും അത് തന്നെയാ താല്പര്യം. ഈ സമയത്ത് എനിക്ക് കൂടുതൽ ശ്രദ്ധ ആദർശനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി എടുക്കണം. നിങ്ങൾ രണ്ടുപേരും ഓഫീസിലുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമുണ്ട്. നിനക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാലോ മീരെ. അമ്മയും ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടമായിട്ടില്ലാന്ന് എനിക്കറിയാം. അയ്യോ, അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തിനാ നിങ്ങളെ വരുന്നതിന് വിഷമിക്കുന്നേ? ഈ സ്ഥാപനത്തിൽ എന്നെക്കാളും അവകാശം നിങ്ങൾക്കല്ലേ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അങ്ങനെ ആയിരുന്നില്ലല്ലോ ഇതിനു മുമ്പ് പറഞ്ഞത്. നിന്റെ ആങ്ങളെ കൊണ്ടുവന്ന് എന്നെ അപമാനിച്ചു വിട്ടത് ഞാൻ മറന്നിട്ടില്ല. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറിയാൽ എങ്ങനെ അഭി? എന്റെ അമ്മേ, മനസ്സിലുള്ളത് മറച്ചു വെച്ച് അഭിനയിക്കാനൊന്നും എനിക്കറിയില്ല. ചിലർക്കത് നന്നായി അറിയാം. അമ്മേ, നമുക്കിന്ന് വൈകുന്നേരം നേരത്തെ ഇറങ്ങണം. ആഹാ, അത് കൊള്ളാലോ. വന്ന് കയറതേ ഉള്ളൂ, അപ്പോഴേ അവൾക്ക് നേരത്തെ പോണം. നീയാണോ കമ്പനി നന്നാക്കാൻ പോകുന്നത്? അതല്ല ചേച്ചി, ഇന്നാണ് കുടുംബക്ഷേത്രത്തിൽ പൂജ ചെയ്യേണ്ട ദിവസം. ഞാനില്ല മീര, എനിക്കൊന്നിനും താല്പര്യമില്ല. അതെന്താ അമ്മേ? കുടുംബക്ഷേത്രത്തിലെ പൂജ മുടക്കാൻ പാടില്ലാത്തതാ. അത് മോള് പോയി ചെയ്താൽ മതി. എനിക്ക് ഈശ്വരന്മാരിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ പറയരുത്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈശ്വരനെ തള്ളിപ്പറയല്ല വേണ്ടത്. ഈശ്വരനോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യേണ്ടത്. അതൊക്കെ പറയാൻ എളുപ്പമാണ്. ഇന്നുവരെ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തവരാ ഞാനും എൻ്റെ മോനും. എന്നിട്ട് അവൻ അനുഭവിക്കുന്ന കണ്ടില്ലേ? ഈശ്വരന് ഇഷ്ടമില്ലാത്തവർ കൂടെ നിന്നാലും ദോഷങ്ങൾ സംഭവിച്ചെന്ന് വരാം. ചില ആളുകൾക്കൊരു യോഗമുണ്ട്, അവർക്കൊരു കുഴപ്പവും വരില്ല. പക്ഷെ കൂടെയുള്ളവർ നശിച്ചുകൊണ്ടിരിക്കും. നീ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നത്? ഒന്ന് മിണ്ടാതിരുന്നൂടെ അഭി? അതിന് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ പറഞ്ഞത് സത്യം തന്നെയാ. ഉദാഹരണത്തിന് മീരയുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു. വളർന്ന് വലുതായി ഭാര്യയായപ്പോ ഭർത്താവ് ജയിലുമായി. ഭർത്താവിനൊപ്പം ഒന്നിച്ച് ജീവിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. എന്റെ ദോഷം കൊണ്ടാണ് ആദർശിന് ഈ അവസ്ഥ വന്നതെന്നാണോ? ആണെന്ന് ഞാനായിട്ട് പറയുന്നില്ല, പക്ഷെ സ്വയം മനസ്സിലാക്കുന്നത് നല്ലതാ. ആരുടെ ദോഷം കൊണ്ടായാലും അനുഭവിക്കുന്ന എന്റെ മോന. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അവൻ കിടന്ന് നരയിക്കുക. എന്റെ മോനെ രക്ഷിക്കാത്ത ദൈവത്തെ എനിക്ക് വിശ്വാസമില്ല. അമ്മ, അത് വേണ്ട മീര. മോൾ എത്ര ന്യായം പറഞ്ഞാലും അതൊന്നും എന്റെ തലയിൽ കയറില്ല. നമ്മൾ അനുഭവിക്കുന്നതായ എല്ലാത്തിനും കാര്യവും കാരണവും ഉണ്ടാവും അമ്മ. അതുകൊണ്ട് എന്ത് വന്നാലും പ്രാർത്ഥനയോടെ നേരിടുക വേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം തേടി ചെല്ലേണ്ട ആളല്ല ഈശ്വരൻ. നല്ലതിലും ചീത്തയിലും ഈശ്വര സന്നിധിയിൽ അഭയം കണ്ടെത്തണം. നീ അമ്മയെ കൂടുതൽ ഉപദേശിക്കേണ്ട. അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ അമ്മ വരില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ നാള് മുതൽ വീട്ടിൽ നിന്നതിനേക്കാൾ കൂടുതൽ നീ നിന്നത് അമ്പലത്തിലല്ലേ? ചേച്ചി, ഞാൻ മോളേതായാലും കുടുംബക്ഷേത്രത്തിലെ പൂജ മുടക്കണ്ട. വൈകിട്ട് നേരത്തെ പൊക്കോ. ശരി അമ്മ.
ആദർശനെ രക്ഷിക്കാൻ നേരായ മാർഗം കാണിച്ചു തരണേ ഭഗവാനെ. ആരാണ് യഥാർത്ഥ കുറ്റവാളിയെന്ന് കാട്ടിത്തരണേ. അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കണേ. ഇന്നിവിടെ എല്ലാവരെയും വിളിച്ച് പൂജ ചെയ്യേണ്ട ദിവസം. ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. അതാ തനിയെ വന്ന് പൂജ ചെയ്തത്. എന്റെ പ്രാർത്ഥനയും പൂജയും സ്വീകരിച്ച് അനുഗ്രഹിക്കണേ ഭഗവാനെ. അച്ഛനെപ്പോ വന്നു? ഞാൻ കുറച്ച് സമയമായി വന്നിട്ട്. വരുന്ന കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ. ഇന്ന് രോഹിണിയല്ലേ, പൂജയുള്ള ദിവസമല്ലേ. മോൾ എന്തായാലും വരുമെന്ന് എനിക്കറിയാം. ആദർശന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മോളിവിടെ തനിച്ചാവുമെന്ന് ഞാൻ കരുതിയില്ല. ആദർശന്റെ കാര്യത്തിലെ ടെൻഷനിലെല്ലാവരും. അതുകൊണ്ട് പൂജയുടെ കാര്യം ഓർക്കാൻ സാധ്യതയില്ല. പിന്നെ ഞാനായിട്ട് പറഞ്ഞ ശരിയായില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ പറഞ്ഞില്ല. മോളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല അച്ഛാ, സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടാ. അല്ലെങ്കിൽ എല്ലാവരും വരേണ്ടതാ. പിന്നെ ഇവിടെ ഭഗവാന്റെ അടുത്ത് നമ്മൾ സുരക്ഷിതരാണല്ലോ. ഒറ്റയ്ക്ക് വന്നാലും പേടിക്കാനൊന്നുമില്ല. ഭഗവാന്റെ കാര്യങ്ങളിൽ മോള് മുടക്കം വരുത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും കഴിവതും ഒറ്റയ്ക്കൊന്ന് ഈ ഭാഗത്തേക്ക് വരരുത്. മോൾ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വരുമായിരുന്നല്ലോ. അതെനിക്കറിയാം. ഭഗവാനും അച്ഛനും എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉള്ളവരാ. അതുകൊണ്ട് ഞാൻ ഒരിടത്ത് ഒറ്റയ്ക്കാവില്ല. ഇവിടെയും ഞാൻ പറയാതെ തന്നെ അച്ഛൻ വന്നല്ലോ. ആദർശന്റെ കാര്യത്തിൽ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട്. എൻ്റെ അവസ്ഥ അത് തന്നെ അച്ഛാ. മോള് വിഷമിക്കണ്ട. ഭഗവാൻ ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഹായം എവിടുന്നെങ്കിലുമൊക്കെ വന്നു ചേരും. അന്ന് മിനിസ്റ്ററെ കാണാൻ യാതൊരു മാർഗവും ഇല്ലാതിരുന്നപ്പോൾ സഹായം കിട്ടിയത് ഓർമ്മയില്ലേ? അതാണ് ഈശ്വരാനുഗ്രഹം. നമ്മൾ പ്രതീക്ഷിക്കാത്തത് വേണ്ട സമയത്ത് ഭഗവാൻ നമുക്കായി തരും. ഈ വിഗ്രഹത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയോ സംഭവങ്ങളും അത്ഭുതങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായി. അതുപോലെ ആദർശിൻ്റെ കാര്യത്തിലും ഭഗവാൻ ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ആ വിശ്വാസം എനിക്കുണ്ട് അച്ഛാ. ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ആദർശനെ രക്ഷിക്കാനുള്ള വഴി കാണിച്ചു തരണേന്നാ ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല. മോളിങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും മോളുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് അച്ഛനറിയാം. ഇന്നിവിടെ പൂജയുള്ള കാര്യം ആദർശിന്റെ വീട്ടിലുള്ളവരാരും ഓർമ്മിച്ചില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി അവരത് മറന്നിട്ടുണ്ടെങ്കിൽ തന്നെ മോൾ അവരെ അത് ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അവര് വരാൻ മടി പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? അതച്ഛാ, ജീവിതത്തിൽ കഷ്ടകാലം വരുമ്പോൾ പലർക്കും വിശ്വാസങ്ങൾ പോലും നഷ്ടമാവും. ഈ അവസ്ഥകളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്നും നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എങ്ങനെയാണോ അതേ മാനസികാവസ്ഥയാണ് മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും വേണ്ടതെന്നും ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും സാധാരണ മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാനും ആ രീതിയിൽ പെരുമാറാനും ബുദ്ധിമുട്ടാണ്. എത്രയൊക്കെ നിയന്ത്രിച്ചാലും നഷ്ടങ്ങളും തോൽവികളും നമ്മളെ വിഷമിപ്പിക്കും. നല്ല കാര്യങ്ങളിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ മാറാനും മനസ്സിന് വലിയ തലങ്ങളിലെത്താനും ഒക്കെ ജന്മങ്ങളുടെ പുണ്യം വേണം. എല്ലാ ഈശ്വരാനുഗ്രഹവും എൻ്റെ മോൾക്കുണ്ട്. മോളെ മനസ്സിലാക്കാതെ മറ്റുള്ളവർ വേദനിപ്പിക്കുകയോ കുത്തുവാക്കുകൾ പറയുകയോ ചെയ്താൽ അച്ഛനത് സഹിക്കില്ല. മോള് എന്നോടൊന്നും പറയുന്നില്ലെങ്കിലും
കുറേയൊക്കെ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. എല്ലാം അറിയാവുന്ന ഭഗവാൻ തന്നെ എല്ലാത്തിനും വഴി കാണിച്ചു തരട്ടെ. ചേച്ചി എന്തെങ്കിലും റെഫറൻസ് നോക്കുവാണോ? ഏയ്, ഞാൻ വെറുതെ വായിച്ചിരുന്നേ ഉള്ളൂ. മനസ്സിന് കൃത്യമായി എന്തെങ്കിലും ജോലി കൊടുത്തില്ലെങ്കിൽ അത് നമ്മളെ വിഴുങ്ങുന്ന ഒരു രാക്ഷസനായി മാറും എന്ന് കേട്ടിട്ടില്ലേ? മാധവി ഇരിക്കെ. മാധവിക്ക് കാര്യമായിട്ട് എന്തോ എന്നോട് ചോദിക്കാനുണ്ടല്ലേ? ഉണ്ട് ചേച്ചി. എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. അതിനുത്തരം തരാൻ പറ്റിയ ആൾ ചേച്ചി തന്നെയാ. ആണോ? എങ്കിൽ ചോദിച്ചോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. അന്ന് ആദർശിന്റെ ജാതകം നോക്കിയപ്പോ വിവാഹം ഉടനെ നടത്തിയില്ലെങ്കിൽ പിന്നെ വിവാഹം നടക്കാത്ത വിധം ദോഷമുണ്ടെന്ന് ചേച്ചി പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, പറഞ്ഞിരുന്നു. അത് ഇപ്പൊ സംഭവിച്ച ഈ ഇഷ്യൂവിന്റെ കാരണം കൊണ്ടായിരുന്നോ? അറിയില്ല. അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുക എന്നൊന്നും കൃത്യമായി ആർക്കും അറിയാനോ പ്രവചിക്കാനോ കഴിയില്ല മാധവി. നമ്മൾ ആദർശിന്റെ വിവാഹത്തെക്കുറിച്ച് അറിയാനാ പ്രശ്നം വെച്ച് നോക്കിയത്. അതിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് അന്ന് ഞാൻ പറഞ്ഞത്. അതെല്ലാം സത്യമാണെന്ന രീതിയിലല്ലേ ഇപ്പൊ സംഭവിച്ചത്? അന്ന് ആദർശിന്റെ വിവാഹം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇനി അവനൊരു പെണ്ണ് കിട്ടാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടായിരുന്നേനെ. അതും പറയാൻ പറ്റില്ല മാധവി. ആദർശ് മീരയെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ ഓഫീസിൽ പുതിയ വേക്കൻസി വന്നതും അവിടേക്ക് ആ മരിച്ചുപോയ പെൺകുട്ടി വന്നതും. ആദർശ് വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവം പോലും ചിലപ്പോ ഉണ്ടായെന്ന് വരില്ല. മാധവി എന്താ ആലോചിക്കുന്നത്? അഭി ഇടയ്ക്കിടയ്ക്കിരുന്ന് പറയും വന്നു കയറുന്നവരുടെ ജാതകദോഷം കൊണ്ടും പല കുഴപ്പങ്ങളും ഉണ്ടാവുമെന്ന്. ഞാനതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. ഇതിപ്പോ ചേച്ചി പറഞ്ഞതും കൂടെ ചേർത്ത് വെച്ച് വായിച്ചാ അവൻ മീരയെ വിവാഹം കഴിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മീരയ്ക്ക് ജാതകദോഷം ഉണ്ടാവും. അതെന്താണെന്ന് കണ്ടെത്തി ഉടനെ പരിഹാരം ചെയ്യണം ചേച്ചി. നമുക്ക് എങ്ങനെയെങ്കിലും ആദർശിനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ആദർശിന്റെയും മീരയുടെയും ജാതകം ഞാൻ പരിശോധിച്ചതല്ലേ. അതിൽ മീരയുടെ ജാതകത്തിൽ ഒരു ദോഷവും ഞാൻ കണ്ടിരുന്നില്ല. അല്ല, ഒരു മനുഷ്യന് ഒരു ദോഷവും ഇല്ലാതെ വരില്ലല്ലോ. ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധിയിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയല്ലേ പറ്റൂ. അതെ, അത് സത്യമാണ്. അതൊക്കെ ഓരോരുത്തരുടെ കർമ്മങ്ങൾ അനുസരിച്ച് അതിലേക്ക് വന്നു ചേർന്ന കാര്യങ്ങളാണ്. പിന്നെ കാലദോഷത്തിന്റെ പ്രശ്നങ്ങളും ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ ആർക്കും ആവില്ല. ഈശ്വരൻ മനുഷ്യ അവതാരം എടുക്കുമ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നു? ശ്രീരാമൻ അനുഭവിച്ചത്ര വേദനയും പ്രതിസന്ധികളും ഭൂമിയിലെ ഏതെങ്കിലും സാധാരണക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ? ശ്രീകൃഷ്ണന് വധഭീഷണി ഉണ്ടായിരുന്നത് സ്വന്തം അമ്മാവനിൽ നിന്നായിരുന്നു. ഭഗവാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ തരണം ചെയ്താണ് ജീവിച്ചത്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും ധൈര്യമായിട്ട് നേരിടുക എന്നതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ട രീതി. ബാക്കിയെല്ലാം ഈശ്വരന് വിടുക. അതേ നമുക്ക് ചെയ്യാൻ പറ്റൂ. തത്വമൊക്കെ പറയാനും കേൾക്കാനും കൊള്ളാം. ആദർശിന്റെ കാര്യത്തില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്കറിയേണ്ടത്. ആദർശിന്റെയോ മീരയുടെയോ ജാതകദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെങ്കിൽ അതിന് പരിഹാരം കാണണം. അത് ചേച്ചിക്കറിയാൻ കഴിയുമല്ലോ. മീരയുടെ കാര്യത്തില് നമുക്ക് തെറ്റുപറ്റിയോ എന്നെനിക്ക് സംശയമുണ്ട് ചേച്ചി. ഒന്നാലോചിച്ചാൽ മീരയുടെ സാമീപ്യം മൂലം പല പ്രശ്നങ്ങളും അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. അവള് ജനിച്ചതേ ഒരു അസുഖക്കാരിയായിട്ടാ. അതിന്റെ ടെൻഷനിൽ ഓവർ കെയറിങ് കൊടുത്താണ് മീരയുടെ അമ്മ മരിച്ചത്. അത് കഴിഞ്ഞ് അധികം താമസിയാതെ അവളുടെ മുത്തശ്ശി തളർന്നുപോയി. ദേ,
ഇപ്പൊ മീരയുടെ വിവാഹം കഴിഞ്ഞ് അധികം താമസിക്കും മുമ്പ് ഭർത്താവ് ജയിലിലുമായി. അവൾ ആരോടടുത്താലും അവരെല്ലാം പ്രശ്നങ്ങളിലാവുന്നുണ്ട്. മാധവിക്ക് ഇതെന്താ പറ്റിയത്? അഭിരാമിയുടെ കൂടെ നിന്ന് അവളുടെ വാക്കുകൾ കേട്ട് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടോ? അവരുടെ കുടുംബത്തിൽ മീരയുടെ ജനനത്തോടെ ഉണ്ടായ നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഒരു ദിവസം മതിയാവാതെ വരും. പിന്നെ ഈ പറഞ്ഞ അമ്മയുടെ മരണം അതൊരു ആക്സിഡന്റ് ആയിരുന്നു. ആർക്കും എപ്പോ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണത്. നമ്മുടെ നാട്ടില് അത് നിത്യസംഭവമാ. മുത്തശ്ശിക്ക് വയ്യാതായത് അവർ ആ സമയത്ത് പ്രോപ്പർ മെഡിറ്റേഷൻ ഒന്നും ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ടാണ്. മീരയ്ക്ക് ആ തറവാട്ടിലെ വിഗ്രഹം തിരിച്ചു കിട്ടിയ ശേഷം മീര പൂജ ചെയ്തു തുടങ്ങി. അതോടെ ഒരു വലിയ കുടുംബത്തിലെ പല തായ്വഴികളിലുള്ള എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യം കടന്നു വരികയാണ് ചെയ്തത്. ഇതൊന്നും നമ്മൾ മറക്കരുത് മാധവി. ഇപ്പൊ മാധവിയുടെ മനസ്സാകെ കലങ്ങിയിരിക്കുക. അതാണ് നേരായ വഴിയിൽ ചിന്തകൾ സഞ്ചരിക്കാത്തത്. മനസ്സിന് തെളിച്ചം കിട്ടാൻ നല്ല പ്രാർത്ഥന വേണം. അതുണ്ടായാൽ എല്ലാം ഒരു പരിധിവരെ ശരിയാകും. ഭഗവാന്റെ നാമം മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. എല്ലാം ശരിയാവും. വെറുതെ ആവശ്യമില്ലാത്ത ചിന്തകൾ പ്രോത്സാഹിപ്പിക്കരുത്. ഭഗവാനെ, ഇന്ദുവിൻ്റെ ഡയറി എടുത്തുകൊണ്ട് വരുമ്പോൾ കൊലപാതകയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു സൂചനയോ അറിവോ കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണേ ഭഗവാനെ. ഇതിലെ വാക്കുകളിൽ എനിക്ക് അവളുടെ മനസ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇന്ദുവിനുണ്ടായിരുന്നു. എല്ലാവരോടും ഉള്ളിൽ നിറയെ സ്നേഹവും ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു ഭഗവാനെ ആ കുട്ടിക്ക് ഇങ്ങനൊരു വിധി കൊടുത്തത്? ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും ഇത്രയും അനുഭവിക്കുന്നത് എന്തിനായിരുന്നു? സാധാരണ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പല കാര്യങ്ങളും അതിലുണ്ടാവുമെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് പ്രിയപ്പെട്ടവരും നമ്മളെ അറിയുന്നവരും ദുഃഖിക്കുന്നത് നമുക്ക് വേദന തന്നെയാണ്. ഇപ്പോഴും ഞാൻ തേടിയതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഭഗവാനെ. ഒരുപക്ഷെ ഇതിലൊന്നും ഉണ്ടാവില്ലായിരിക്കാം. എൻ്റെ ഓരോ തോന്നലുകള് സത്യമായിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ. ആരുടെ നമ്പറായതാ? മഹാദേവൻ അങ്കിളുടെ നമ്പറാണല്ലോ. ഇന്ദുവിന് അങ്കിളിനെ അറിയോ? എന്നാലും ഈ ഫോൺ നമ്പർ എന്താ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്?